അവധിക്കാലത്ത് കുട്ടികൾക്ക് കാൽപന്ത് കൈനീട്ടം നൽകി പന്മന നെറ്റിയാട്ട് പൗരസമിതി. ഫുട്ബോളാണ് ലഹരിയെന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം കുരുന്നുകൾക്കാണ് വേറിട്ട ഈ വിഷുക്കൈനീട്ടം നൽകിയത്. അവധിക്കാലമായതോടെ കുട്ടികൾ കളിക്കളങ്ങളിൽ നിന്ന് മാറി വീടുകളിലെ റൂമുകളിലേക്കും മൊബൈൽ ഗെയിമിലേക്കും ചുരുങ്ങുന്ന വർത്തമാനകാലത്ത് വ്യത്യസ്തരാവുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. വേനൽക്കാലത്ത് തങ്ങൾക്ക് ഫുട്ബോളാണ് ലഹരിയെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗശൂന്യമായ ചെടികൾ കയറിയ കാട് പിടിച്ച സ്ഥലം വൃത്തിയാക്കി താൽക്കാലിക ഗ്രൗണ്ട് നിർമ്മിച്ചെടുത്തു. പഴയ ഫുട്ബോൾ പൊട്ടിപ്പോയതിനെ തുടർന്ന് കളിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. സാധാരണ കുടുംബത്തിലെ കുട്ടികളായതിനാൽ പുതിയൊരു ഫുട്ബോൾ വാങ്ങുക എന്ന് പറയുന്നത് തന്നെ ഈ കുട്ടിക്കൂട്ടത്തിന് ഒരു വലിയ കടമ്പയായിരുന്നു. പല വഴികൾ ആലോചിച്ചു നോക്കിയെങ്കിലും ഫുട്ബോൾ സംഘടിപ്പിക്കാനായില്ല. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷംന റാഫിയും സാമൂഹിക പ്രവർത്തകനും നെറ്റിയാട്ട് പൗരസമിതി ചെയർമാനും നെറ്റിയാട്ട് റാഫിയും സമീപിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. വേനലവധി കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ പന്ത് പൊട്ടി. അപ്പൊ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു അണ്ണൻ വഴി നെറ്റിയാട്ട് പൗരസമിതിയിൽ അറിയിച്ചു. അപ്പൊ അവർ പറഞ്ഞ് ഇന്ന ദിവസം രാവിലെ തരാതെ. അപ്പൊ ഞങ്ങളെല്ലാവരും അടുത്ത് അണ്ണൻ പറഞ്ഞു രാവിലെ എല്ലാവരും ഗ്രൗണ്ടിൽ വന്ന് നിൽക്കണം. ഞങ്ങൾക്ക് കുറേ നാളായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഫുട്ബോൾ പൊട്ടിപ്പോയി. അപ്പോഴാണ് ഞങ്ങൾ ഒരെണ്ണം വഴി നെറ്റിയാട്ട് പൗരസമിതിയിൽ അറിയിച്ചത്. കാളെടുത്തത് റാഫീഖയാണ്. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ വിഷുക്കൈനീട്ടമായിട്ട് എടുക്കുന്നതാണ്. തുടർന്നാണ് ഷംന റാഫിയും ഭർത്താവ് റാഫിയും ചേർന്ന് വിഷുക്കൈനീട്ടമായി പുതിയ ഫുട്ബോൾ നൽകിയത്. ഫുട്ബോൾ കളിക്കുവാൻ വേണ്ടി പന്തില്ലാതെ വരികയും അവർക്ക് കളിക്കാൻ വേണ്ടി അവർ നെറ്റിയാട് പൗരസമിതിയെ അറിയിച്ചതിനെ തുടർന്ന് നെറ്റിയാട് പൗരസമിതി ഒരു ഫുട്ബോൾ വാങ്ങി നൽകുകയാണ്. നിങ്ങളുടെ ഈ വേനൽക്കാല അവധി സമയം നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഫുട്ബോൾ കളിച്ച് നല്ല ഉയർന്ന് വരാനുള്ള ആശംസിക്കുന്നു. തുടർന്ന് പുതിയ കാൽപന്ത് തട്ടി അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങി. വിഷുക്കൈനീട്ടമായി ഫുട്ബോൾ നൽകുവാൻ നാട്ടുകാരനും കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ പന്മന മഞ്ചേഷും എത്തിയിരുന്നു. ഒരു വിഷുക്കൈനീട്ടം പോലെ ഫുട്ബോൾ നൽകി ഈ കായിക മേഖലയെ കൈപിടിച്ച് നയിക്കുന്ന നെറ്റിയാട് പൗരസമിതി. കാരണം ഈ വിഷുക്കൈനീട്ടം ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ നാളെ ഇവിടെ തട്ടുന്ന ഓരോ തട്ടും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും മികച്ച നേട്ടങ്ങൾ കൊയ്ത് അഭിമാനമാകുവാൻ ആ ഓരോ കുട്ടികളും കഴിയട്ടെ. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെതിരെ നമ്മുടെ സർക്കാർ ഏജൻസികളും പോരാടുമ്പോൾ ഫുട്ബോളാണ് ലഹരി എന്ന് തിരിച്ചറിഞ്ഞ ഈ കുട്ടികൾ നാളത്തെ നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയായിരിക്കും. വാർഡംഗം ചോല അനിൽകുമാർ, ഷംന റാഫി, നെറ്റിയാട്ട് റാഫി, ഷാജി പുളുവൻ്റെയത്ത്, ഷമീർ മുളന്താഴത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.